ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റജീസ് കുട്ടി വ്ളോഗ്. അപ്പം നമ്മളിപ്പോൾ ചെറുകോൽപ്പുഴ കൺവെൻഷന് പോകാനായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കാരണം അവളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവൾ ഇവിടെ ഇല്ല, അവൾ ഞങ്ങൾക്ക് പോസ്റ്റ് തന്നിട്ട് പോയേക്കാണ്. അപ്പം മണിക്കൂറുകൾ കുറേ ആയി ഞങ്ങളിവിടെ അവളെ നോക്കിയിരിക്കുന്നു. അകത്തിരുന്ന് മടുത്തിട്ട് വെളിയിലിറങ്ങി നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾ വന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അവളെ ഞാൻ കാണിച്ചു തരാവേ. എന്തേ മിത്ര എന്തേ? ഇപ്പോൾ അവളുടെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഇവനെ ഒന്ന് കുപ്പിയിലാക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. ഇവനെ കുപ്പിയിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ വീട്ടിൽ നിന്ന് മുട്ടായും കൊണ്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അവനെ കുപ്പിയിലാക്കി ഞാൻ. ഒന്ന് തന്നെ. ഇങ്ങനെ ഞങ്ങൾ അവനോട് യാത്ര പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങൾ ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നിടത്തോട്ടാണ് ചെന്നത്. അപ്പം അവിടെ ഇങ്ങനെ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മണലിൻ്റെ മണ്ടയ്ക്കൂടി ആറിൻ്റെ തീരത്ത് കണ്ടോ, ഇങ്ങനെ ഇതുവഴി വേണം നമുക്ക് കയറി അപ്പുറത്ത് കൺവെൻഷൻ നടക്കുന്നിടത്തോട്ട് ഇറങ്ങാൻ. 2 കരയായിട്ടാണ്. ഞാൻ പണ്ട് അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അന്ന് ഞങ്ങൾ കുറേ സാധനമൊക്കെ ചട്ടിയും കലവും ചെടിയും അങ്ങനെ ദണ്ടൊക്കെ മേടിച്ചു. ആ സമയത്ത് ഞങ്ങൾ അപ്പുറത്തെ കരയിൽ നിന്നാണ് വന്നത്. ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ തന്നെ ഇപ്പുറത്തെ കരയിൽ നിന്നാണ് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പനിയൊക്കെ കഴിഞ്ഞ് മൂക്കൊക്കെ അടഞ്ഞൊക്കെയിരിക്കും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും മൂക്കടഞ്ഞു പോകും. അപ്പോൾ പിന്നെ സൗണ്ട് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പോൾ ഞങ്ങൾ ചെന്ന് 3 മണി കഴിഞ്ഞിട്ടുള്ളൊരു സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി. ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ ഇതുവഴി എല്ലാം അലിഞ്ഞ് തിരിയാൻ തുടങ്ങി. അങ്ങനെ കുറേ ഇത് നമ്മൾ ഉച്ച നേരത്ത് പോവുകയാണെങ്കിൽ ഈ മണലിലെല്ലാം കൂടി ഉള്ളിടത്തല്ല ഭയങ്കര ചൂടായിരിക്കും. ആ സമയത്ത് പോയിട്ട് തന്നെ നല്ല ചൂടായിരുന്നു. ഞാൻ പിന്നെ ഒരു തൊപ്പി എടുത്ത് വെച്ചു, കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നല്ല പണി കിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ. എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ഒരു കടയിലൊക്കെ കയറി. ആദ്യം ബജ്ജിയും കാര്യങ്ങളൊക്കെ കണ്ടാകുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും ആദ്യം കണ്ടുപോയില്ല. ഫസ്റ്റ് ഞങ്ങളൊരു കടയിലോട്ട് ചെന്ന് കയറിയായിരുന്നു. കുഞ്ഞിപ്പിള്ളേരുടെ ടോയ്സ് ഒക്കെ കിട്ടുന്ന കടയിലേക്ക് കയറി. അവർക്ക് 2 പേർക്കും എടുത്തു കൊടുക്കാൻ കുഞ്ഞിപ്പിള്ളേർ കസിൻസൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവർ 2 പേരും പർച്ചേസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കാരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ നമ്മൾ നേരെ കയറിയത് ഒരു ലേഡീസ് ഷോപ്പിലേക്കാണ്. അവിടെ അത്യാവശ്യം വിലയൊക്കെ ആയിരുന്നുകൊണ്ട് അതുപോലെ ഇങ്ങനെ തിരിച്ചിറങ്ങി. പിന്നെ ഒരു ചെരുപ്പ് കടയിലോട്ട് കയറി ചെരുപ്പും കളക്ഷനും ഒക്കെ നോക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു കട കണ്ടായിരുന്നു, ഒരു 10-20 രൂപയ്ക്കൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്. അവിടെ കയറി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാനായിട്ട് അവർ 2 പേരും കൂടി പോയി. ഞാനൊന്നും മേടിച്ചില്ല. ഞാനത് കഴിഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഇച്ചിരി വൈകുന്നേരം ആയതുകൊണ്ട് ഇച്ചിരി കുറവുണ്ട് വെയിലിനും ചൂടിനൊക്കെ. പിന്നെ പ്രഭാഷണം നടക്കുന്ന സ്ഥലം ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പ്രസംഗവും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. അവിടെ MLA മന്ത്രിമാരോ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ എന്ത് കുലുക്കി സർബത്ത് ഏത് ഫ്ലേവർ ആയിരുന്നു പറഞ്ഞത് എനിക്ക് ഒട്ടും ഓർമ്മയില്ല. കാരണം കുറേ നാളായി. ഞാൻ സത്യം പറഞ്ഞാൽ 1 മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടി എഡിറ്റൊക്കെ ചെയ്ത് വെക്കുന്നത്. ശരിക്കും ഞങ്ങൾ പിസ്താഷ്യൂ, സ്ട്രോബെറി, അതുപോലെ പൈനാപ്പിൾ, പിന്നെ ബട്ടർ സ്കോച്ച്, ഈ 4 ഫ്ലേവറാണ് പറഞ്ഞത്. പക്ഷേ ഇതിലേതാണ് ഞാൻ കുടിച്ചത് എനിക്ക് ഓർമ്മയൊന്നുമില്ല. പിന്നെ എല്ലാവരുടെയും ഇച്ചിരി നമ്മൾ കുടിച്ച് നോക്കി. അപ്പം ഒരെണ്ണം ഇടയ്ക്ക് അങ്ങ് പൊട്ടിപ്പോയായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ തത്തയും കൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടത്. മറ്റേ ഈ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെ തത്തയൊക്കെ പോയി കാർഡ് എടുത്തുകൊണ്ടെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത്. തേമാവിൻ കൊമ്പത്തിലെ സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അതുപോലെ. അപ്പം ഞാനിങ്ങനെ കൗതുകത്തോടെ കണ്ടു നിന്ന്. പിന്നെ നമ്മൾ നേരെ പെറ്റ് ഷോയ്ക്ക് കയറി. 50-30 രൂപയും കണ്ടായിരുന്നു ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ഈ സൺകൊണോറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കുറേ നേരം കളിപ്പിക്കായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം ഇല്ല ഈ അറ്റത്തിരിക്കുന്നത്. അതെന്നെ കടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതിനെ നല്ലോണം കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് ഞാൻ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ ഇങ്ങനെ കിളികളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം കാണാൻ അപ്പുറത്തോട്ട് പോയി. ഇതൊക്കെ ഓരോ തരം പാരറ്റൊക്കെ ഉണ്ടെന്ന്, ചുമന്ന പാരറ്റ്, അങ്ങനെ എനിക്കിതിൻ്റെ ഒന്നും പേരെടുത്തില്ല. ഇവർ ഹസ്ബൻഡും വൈഫും ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇതുപോലത്തെ ഒത്തിരി ക്യൂട്ടായിട്ടുള്ള ഒത്തിരി കിളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ
കാണുന്ന വലിയ പാരറ്റും പാമ്പും ഇങ്കാനയും അങ്ങനെ പല പല ഷുഗർ ഗ്ലൈഡറും അങ്ങനെ ഒത്തിരി സാധനം. ലാസ്റ്റ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇങ്കാനയുടെ ഒരു സ്പെഷ്യൽ ഷോട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്ന പല പല കിളികളുണ്ടല്ലോ, നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് ചാനൽ കാണുന്നവരാണെങ്കിൽ അറിയാം. ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഡയമണ്ട് ഡൗന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഈ കിളികളൊക്കെ ആണെങ്കിൽ ആ ചാനലിലുണ്ട്. അവരുടെ കിളിക്കൂട്ടിലൊക്കെ നല്ലോണം അവർക്ക് ഇഷ്ടം പോലെ ഉള്ളതാണ്. അതിൻ്റെ ഒരു ഇങ്കാനെ കണ്ടോ, ഇതിൻ്റെ കൈ പാമ്പുണ്ട് ഈ ചേച്ചിയുടെ കയ്യിൽ. പിന്നെ അകത്ത് കിടന്ന് ഈ മഞ്ഞ സാധനം ഉറങ്ങുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല, കീരിയെ പോലെ ഇരിക്കുന്നതിനെ കണ്ടിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഒത്തിരി വെറൈറ്റി ടൈപ്പ് കോഴികളൊക്കെ ഉണ്ടെന്ന്, കാല് സോക്സ് ഇട്ട പോലത്തെ കോഴികളും നല്ല രസമായിരുന്നു ഇതിനെയൊക്കെ കാണാൻ. പിന്നെ മോസ്റ്റ്ലി എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു, കാരണം ഒരു വൈകുന്നേരം സമയമാണ്, ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും. ഡോറയുടെ പ്രയാണത്തിലെ കോഴിയാണോ തൊടാൻ പറ്റും? എടാ ഒരു കൊത്ത് വെച്ചെടുക്ക്. എനിക്ക് ആ വലിയ കോഴിയെ കണ്ടപ്പോൾ നമ്മൾ പണ്ട് ഡോറ ബുജിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ ചുമന്ന കോഴിയെ കാണിക്കത്തില്ലായിരുന്നോ? ആ ഒരു ചുമന്ന കോഴിയാണ് എനിക്ക് ഓർമ്മ വന്നത്. ചുമപ്പല്ല ആ കോഴിയെങ്കിലും നല്ല വലിയ കോഴിയായിരുന്നു ആ കോഴി. ഞാൻ അത്രയും വലിയൊരു കോഴിയെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ കുറേ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇതുങ്ങളൊക്കെ കണ്ടു. പിന്നെ ഒരാൾ നിന്നുറങ്ങുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ശരിക്കും ഇതുങ്ങളൊക്കെ വിളിക്കുകയും ഇതുങ്ങളിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുങ്ങൾ പേടിച്ചിട്ടാണോ എന്താണോ ഇത്രയും ആൾക്കാരെയൊക്കെ കണ്ട് ഇത്രയും ബഹളമൊക്കെ കണ്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും പിന്നെ ഒരാളുണ്ട്, ഇതിനെയൊക്കെ ഞാൻ ഞോണ്ടി വിളിച്ചായിരുന്നു, അതിൻ്റെ അകത്ത് കൈ ഇടുകയും തലോടും ഒക്കെ ചെയ്തായിരുന്നു. അത് മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ഒരാൾ ഇതേണ്ട ഇങ്ങനെ ചാഞ്ഞ് കിടന്നുറങ്ങുന്നത്, എൻ്റെ അപ്പുറത്തെ കസാരയിലിരിക്കുന്ന ആളെ കണ്ടോ നിങ്ങൾ? ഇതാണ് ഞാൻ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് ഇങ്കാന. അപ്പോൾ ഈ പുള്ളി ഭയങ്കര പോസിങ് ഒക്കെ ആയിരുന്നു, ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ബജ്ജിയൊക്കെ കഴിക്കാനായിട്ട് കയറി. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ സന്ധ്യയായി അവിടെ നിന്ന് തിരിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.